മരിയൻ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം കൂടുന്ന ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോടൊപ്പം ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കാം. അമ്മയൊത്ത് ആരാധിക്കാം, ദിവ്യപുത്രനെ ആരാധിക്കാം, വചനത്തിൻ്റെ മറവിൽ നിന്ന് രക്ഷകനെ ആരാധിക്കാം. പഠിക്കേ. അമ്മയൊത്താരാധിക്കാം, ദിവ്യപുത്രനെ ആരാധിക്കാം, ദിവ്യപുത്രനെ ആരാധിക്കാം, വചനത്തിന്റെ മറവിൽ നിന്ന്, വചനത്തിന്റെ മറവിൽ നിന്ന് രക്ഷകനെ ആരാധിക്കാം. ഈ ആരാധനയുടെ അഭിഷേകത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വചനം കേട്ടാലോ. മരിയൻ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസമാണിത്. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത് എന്തിനാണ് എന്നെപ്പോഴും ഇടയ്ക്കൊക്കെ നാം ചിലരിങ്ങനെ പറയാറുണ്ട്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്. അതൊരു ഒരു ഒരു ഉൾച്ചോദ്യമാണ്. ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിക്കാത്ത മനുഷ്യരുണ്ടോ? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. സത്യത്തിൽ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ചിലർ പറയും ജോലി കിട്ടാൻ, ചിലർ പറയുന്നത് വിവാഹം കഴിക്കാൻ, ചിലർ പറയുന്നത് വീട് വയ്ക്കണം, ചിലർ പറയുന്നത് രാജ്യങ്ങൾ കാണണം. നാം എന്തിനാണ് ജീവിക്കുന്നത്? ദ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ 3-ാം ദിവസം അമ്മ പറയുന്ന ഉത്തരത്തിൻ്റെ ഒരു അല്പം ഒരു കഴഞ്ചാത്മാവിലേക്ക് എടുത്തു വച്ചാൽ എന്തൊരു ഭാഗ്യമാണ്. മറിയത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് മറിയം ഭൂമിയിൽ ജീവിച്ചത്? മറിയത്തിന് പറയാനുള്ള ഏക ഉത്തരം, എൻ്റെ പുത്രനെ കാണണം, അവനെ ആരാധിക്കണം. എൻ്റെ പുത്രനെ കാണണം, ആരാധിക്കണം. എന്തിനു സംശയം? ബൈബിളിൽ തന്നെ മത്തായിയുടെ സുവിശേഷം എഴുതി വച്ചിരിക്കുന്നു, ജ്ഞാനികളെക്കുറിച്ച് അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് ആരാധിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്കുള്ള 2 പർപ്പസ്, ലക്ഷ്യമാണ് പറയുന്നത്. ഒന്ന്, ആരാധകൻ ആദ്യം അമ്മയെ കാണും, അമ്മ എന്നാ ചെയ്യുന്നു നോക്കുമ്പം അമ്മയും ആരാധിക്കുകയാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ പാതയിൽ ആര് വരുന്നോ അവൻ്റെ ലക്ഷണം, ദൈവത്തോടുള്ള നിത്യമായ ആരാധനയാണ്. അമ്മ മറിയമേ, നീ എന്തിനായി ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് ചോദിച്ചാൽ അമ്മ മറിയം പറയും, എന്ത് സംശയം കുഞ്ഞേ, എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ തന്നെ രക്ഷകനെ കാണണം, അവനെ ആരാധിക്കണം. അതുകൊണ്ടാണ് ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞത്, മറിയം അവളുടെ മിഴികളിൽ എനിക്ക് മിശിഹായെ കാണാൻ സാധിക്കും, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ. ഒരു തമാശന് പ്രാസത്തിന് പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. കാലിത്തൊഴുത്തിൻ്റെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മുതൽ കാൽവരി കുരിശിൻ്റെ ചങ്കിലേക്ക് കുത്തുന്ന അനുഭവങ്ങൾ വരെ മറിയത്തിൻ്റെ മിഴികളിൽ മിശിഹായ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ രൂപം കൃത്യമായി ഒരു ചിത്രകാരനും വരയ്ക്കാൻ പറ്റാത്ത വിധം തിളങ്ങിയ കണ്ണാടി മറിയാമിൻ്റെ കണ്ണാണ്. മറിയാമിൻ്റെ കണ്ണിൽ മിശിഹായുടെ രൂപം കാണാനുള്ള ഭാഗ്യം, അതൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, അതൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകയോട്, മറിയത്തോട്, അമ്മേ, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം അവൾ പറയും, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിലകൊള്ളുന്നു. എൻ്റെ മനസ്സ് ആ ആനന്ദത്തിൻ്റെ സ്തുതിയുടെ ഓളങ്ങളിൽ ചാഞ്ചാടുന്നു. ആൻഡ് മൈ ലിപ്സ് ആൻഡ് മൈ ബോഡി, എൻ്റെ ശരീരവും എൻ്റെ അധരവും അതേ സ്തുതിക്ക് താളം കൂട്ടുന്നു. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്ക് മനസ്സിലായോ? മോശയോട് ദൈവം പറഞ്ഞില്ലേ, പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കുക. ഇത് മാത്രമാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം. ആരാധിച്ചതുകൊണ്ട് ദൈവത്തിനൊന്നും കിട്ടാനല്ല, ആരാധിച്ചതുകൊണ്ട് ദൈവത്തിനൊന്നും കിട്ടുകയല്ല. ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സത്തയിൽ പാപിയായി എനിക്കൊന്നും കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ കൃത്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്തുതിയും ആരാധനയും എല്ലാം കേട്ടിട്ട് ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തുമ്പോൾ ഉടനെ തന്നെ ദൈവം അവിടെ ഇരുന്ന കൊള്ളാൻ പോരട്ടെ, ആസ്തുതിക്ക്. നോ, ദൈവം പരമ സിമ്പിൾ ബീയിങ് ആണ്, ഏറ്റവും അബ്സല്യൂട്ട് സിമ്പിൾ ബീയിങ്. അവിടത്തേക്ക് ഒരു ഏച്ചുകെട്ടലില്ല നമ്മളെപ്പോലെ.
ഈ എന്നെക്കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ, ഇച്ചിരി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതൊരു മുഖപ്രശംസയല്ല, ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ എത്ര വലിയവനാണെങ്കിലും എൻ്റെ കാത് അതിലേക്ക് ചെല്ലും. എനിക്കതിൻ്റെ ഉള്ളിൽ അല്പം ഇഷ്ടമൊക്കെ വരും. ദൈവത്തിന് ഇങ്ങനെ മുഖപ്രശംസ ഇഷ്ടപ്പെടാൻ തക്കവിധം ഒരു ഏച്ചുകെട്ടലുമില്ല. അവനിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഏറ്റവും സമ്പൂർണമായ സത്ത അവനെ നാം ആരാധിക്കുമ്പോൾ ആ പരമസത്തയുടെ മഹത്വം, നന്മ, പ്രകാശം, സ്നേഹം, എല്ലാ ക്വാളിറ്റീസും നമ്മുടേത് കൂടെയാകും. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, എൻ്റെ ആത്മാവ്, മൈ സോൾ എക്സിസ്റ്റ് ഇൻ ഓർഡർ ടു പ്രൈസ് ഗോഡ്. എൻ്റെ ആത്മാവ് നിലനിൽക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ഞാനിങ്ങനെ പറയുമ്പം നിങ്ങളുടെ എല്ലാം മനസ്സ് ഈ വചനത്തിലേക്കൊന്ന് വെക്കണേ. മറിയം പറയുക, എൻ്റെ ആത്മാവ് ദൈവത്തെ ആരാധിക്കാനാണ് നിലകൊള്ളുന്നത്. എൻ്റെ മനസ്സ് ദൈവത്തെ, എൻ്റെ ആത്മാവ് ആരാധിക്കുമ്പം ഞാൻ വേറെ കണ്ടു പോവുകയല്ല, എൻ്റെ ആത്മാവിനോടൊപ്പം എൻ്റെ മനസ്സ് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ അധരവും ശരീരവും ആ ആരാധനയാണ് അനുഷ്ഠിക്കുന്നത്. പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും ശരീരത്തിൻ്റെ പൂർണ്ണ ശക്തിയോടും കൂടിയുള്ള ദൈവാരാധന ചരിത്രത്തിൽ നിർവഹിച്ചത് മറിയമാണ്. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ വാക്കുകൾ ഒന്നുകൂടി നമ്മുടെ കയ്യിലേക്കൊന്ന് എടുത്തു വെച്ചേ. മറിയം ആരാധിക്കാൻ വേണ്ടി ജീവിച്ചു. ഇതാ കുഴപ്പം. നമ്മൾ ജീവിക്കാൻ വേണ്ടി ആരാധിക്കും. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ആരാധിക്കും. എൻ്റെ ശുശ്രൂഷ വിജയിക്കാൻ വേണ്ടി ഞാൻ ആരാധിക്കും. ഞാൻ സ്വീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ ആരാധിക്കും. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, എൻ്റെ പ്രമോഷന് വേണ്ടി ഞാൻ ആരാധിച്ചു. തെറ്റൊന്നുമല്ല, ഇത് തെറ്റൊന്നുമല്ല. പക്ഷേ അതിലും ഒരുപാട് ശ്രേഷ്ഠമാണ് ആദ്യത്തെ ആരാധന. നമുക്കാർക്കും ഇന്ന് ഈ വിനാഴിക വരെ മറിയാമിനെ ജപമാലയായി നെഞ്ചിലേറ്റിയിട്ടും ഇക്കണ്ട ജപമാല പ്രദക്ഷിണമെല്ലാം നടത്തിയിട്ടും വിശുദ്ധ സഹോദരങ്ങളെ, യഥാർത്ഥ ആരാധനയുടെ അറ്റത്തെത്താൻ പറ്റാത്തവരാണ് നമ്മൾ. മറിയാം ജീവിച്ചത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ആരാധിക്കുന്നു. നമ്മുടെ പാപമെന്ന് പറയുന്നത് അതാ. എൻ്റെ കണ്ണിൻ്റെ പാപം, എൻ്റെ സമ്പത്തിൻ്റെ പാപം, എൻ്റെ മോഹത്തിൻ്റെ പാപം, എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ പാപം, എൻ്റെ കോപത്തിൻ്റെ പാപമല്ല. ഞാൻ ജീവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ പാപത്തെക്കുറിച്ച് ആരും പറയാതെ ഞാൻ തന്നെ കണ്ടെത്തുക എൻ്റെ കുറവുകൾ. കാരണം ഞാൻ ജീവിക്കാൻ വേണ്ടിയല്ല ആരാധിക്കുന്നത്. ആരാധിക്കാൻ വേണ്ടി ആണ് ജീവിക്കുന്നത്. വാത്സല്യമുള്ളവരെ, ആരാധന എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ദൈവാരാധന എന്നെ ഏറ്റവും പഠിപ്പിച്ചത് കന്യക മറിയമാണ്. പരിശുദ്ധ സഹോദരങ്ങളെ, എന്നിലൂടെ ദൈവം തന്ന ഗാനങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ പാട്ട് പോലും അമ്മേ അമ്മേ തായേ, അമ്മയുടെ ഏകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. കാരണം അമ്മേ, നീയാണ് കണ്ണ് പറിക്കാതെ നിൻ്റെ മകനെ ഏറ്റവും ആരാധിച്ചവൾ. സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം രണ്ടാമതൊരു പ്രധാന കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. ആരാധനയുടെ സവിശേഷത, എങ്ങനെ നാം ദൈവത്തെ ആരാധിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് മറിയാമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത കുളിര് കോരി. ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതൊരു ധ്യാനമായിട്ട് ആത്മാവിൽ ഏറ്റെടുക്കണം. പരിശുദ്ധ സഹോദരങ്ങളെ, മറിയാം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ പാട്ട് നമുക്കെല്ലാം അറിയാം. മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്നറിയപ്പെടും അല്ലേ? മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ കാലങ്ങളൊന്ന് പഠിച്ചാൽ, എൻ്റെ ദൈവമേ, കാലങ്ങളൊന്ന് പഠിച്ചാൽ നാം ഞെട്ടിപ്പോകും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു. കാലമേതാ? വർത്തമാനകാലം. ഇപ്പോൾ മറിയം പറയുക, ഈ സാഹചര്യത്തിൽ കണ്ണിൻ്റെ മുമ്പിൽ രോഗമാണെങ്കിലും, കണ്ണിൻ്റെ മുമ്പിൽ നിരാശയാണെങ്കിലും, ഒരുപക്ഷേ മോശയുടെ നിയമപ്രകാരം ദൈവത്തിൻ്റെ ദൂതിന് കാതു കൊടുത്താൽ പട്ടണത്തിൻ്റെ പടിവാതിക്കലിട്ട് പട്ടിയെപ്പോലെ തന്നെ വലിച്ചു കയറി നിയമം കൊല്ലാം. ഒരുപക്ഷേ മനുഷ്യരുടെ മുമ്പിൽ ഇതൊരു അനാഥഗർഭമാണ്. അതുകൊണ്ട് സ്വന്തം ഭർത്താവ് അറിയാതെയുള്ള ഈ ഗർഭം പേറിയുള്ള യാത്രയിൽ തൻ്റെ മുമ്പിൽ കല്ലും കല്ലേറും അവഗണനയും നിന്ദനവുമാണെന്ന് മറിയത്തിനറിയാം. പക്ഷേ ഈ സ്ഥലത്തും എൻ്റെ ആത്മാവ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു. വർത്തമാനകാലം. പരിശുദ്ധ സഹോദരങ്ങളെ, സഹനങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ ഒരു
പറക്ക പറ്റാത്ത പ്രാവിനെ പോലെ മറിയം നിൽക്കുമ്പം സങ്കടത്തിൻ്റെ ചെങ്കടലിലേക്ക് നോക്കി, വേദനയുടെ നടുക്കടലിലേക്ക് നോക്കി, തന്നെ തകർക്കാനായി പെയ്തിറങ്ങുന്ന പേമാരിയെ നോക്കി മറിയം പറയുക, എൻ്റെ ആത്മാവ് ആരാധിക്കുന്നു. വർത്തമാനകാലം. ഇങ്ങനെ വർത്തമാനകാലത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ആരാധിക്കാൻ മറിയത്തെ ഒരുക്കുന്ന കാരണങ്ങളൊന്ന് താഴോട്ട് വായിക്കാം. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു കടാക്ഷിച്ചു. ഭൂതകാലം, പാസ്റ്റ് ടെൻസാ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഭാവി കാലം വരുന്നുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, പാസ്റ്റ് ടെൻസാ. അവിടുത്തെ കരുണ തലമുറകൾ തോറും ലഭിക്കും. ഇന്ന് മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. രണ്ടും ഭാവി കാലമാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിങ്ങളിട്ട കുരുക്ക് കൊണ്ടോ, നിങ്ങളുടെ കെണി കൊണ്ടോ, ഈ നിന്ദനം കൊണ്ടോ, ഈ തകർച്ച കൊണ്ടോ എൻ്റെ ജീവിതം തീരില്ല. എൻ്റെ ഭാവി തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറകളിലേക്ക് തൈലമൊഴുക്കുന്നത് പോലെ കരുണയൊഴുകും. ഈ രണ്ട് കാര്യം മറിയം പ്രത്യാശിക്കുകയാ. പ്രിയപ്പെട്ടവരൊന്ന് ധ്യാനിച്ചേ. ചങ്കിൻ്റെ മുമ്പിൽ ചെങ്കടൽ പോലെ ദുഃഖങ്ങൾ, ആശിക്കാനൊന്നുമില്ലാത്ത പെണ്ണ് കൊലക്കയറിൻ്റെ മുമ്പിൽ നിന്നിട്ട് മറിയം പറയുക, ഞാൻ ആരാധിക്കുന്നു. വർത്തമാനകാലത്തിൽ ഭാവിയെക്കുറിച്ച് അവൾ പറയുക, എൻ്റെ ഭാവി നിങ്ങൾ നോക്കിക്കോ, എന്നെ ചരിത്രം ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിലെണ്ണും. നിങ്ങൾ നോക്കിക്കോ, എൻ്റെ ചരിത്രം ഭാഗ്യമാണ്. ഭാവി ചരിത്രം ഭാസുരമായിരിക്കും. എനിക്ക് മാത്രമല്ല കേട്ടോ, എന്നെ പ്രതി തലമുറകളെ ദൈവം കരുണ കൊണ്ട് മൂടും. രണ്ട് ഭാവി കാലത്തിലെ പ്രഖ്യാപനങ്ങളാണ്. ഇനിയുള്ളതെല്ലാം, പ്രൈസ് ദി ലോർഡ്, ഇനിയുള്ളതെല്ലാം ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ഇനിയുള്ള സകല വർത്തമാനങ്ങളും പ്രാർത്ഥനയുടെ ശീലുകളും ഭൂതകാലത്തെക്കുറിച്ചാണ്. പാസ്റ്റ് ടെൻസ്, ഇന്നലകളിൽ, ചരിത്രത്തിൽ. മറിയം പറയുക, എനിക്ക് ചരിത്രത്തെക്കുറിച്ചറിയാം. ശക്തനായവൻ അവിടുത്തെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ച ദൈവത്തിൻ്റെ ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറകളുടെ പഴയ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പറയുക. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി. പാസ്റ്റ് ടെൻസ്, ഇന്നലെ. വിനീതരെ ഉയർത്തി. എല്ലാം ഉണ്ടെന്നോർത്തവരെ പറഞ്ഞയച്ചു. ദരിദ്രരെ ഭക്ഷണം കൊണ്ട് മൂടി. പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മറിയാം ഭാവിയെ നോക്കിയിട്ട് ഞാൻ തലകുനിക്കില്ല. എൻ്റെ ഭാവി നിരാശാജനകമല്ല. എനിക്ക് കരയാൻ കാരണങ്ങളില്ല. എൻ്റെ ഭാവി പ്രത്യാശ ഭരിതമാണ്. ഞാൻ എന്തിന് കരയണം? ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നു വർത്തമാനകാലത്തിൽ. കാരണം ഇന്നലകളിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കൈ ചെയ്ത ഇന്നലകളിലെ വൻ രക്ഷാകര പ്രവൃത്തികൾ എൻ്റെ തലയ്ക്കകത്ത് ചിത്രശലഭം പോലെ പറന്ന് നിൽപ്പുണ്ട്. വിശുദ്ധ രാജകീയ പുരോഹിത ദൈവജനമേ, എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ അമ്മ നൽകിയ ഒരു ഭാഗ്യമാണിത്. വാത്സല്യമുള്ളവരെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പം, ഈ ധ്യാനം കൂടുമ്പോൾ ഓർമ്മയില്ലേ, ഇന്നലകളിൽ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളെ ഒരു അപകടത്തിൽ രക്ഷിച്ചില്ലേ? 7 ദിവസം മുമ്പ് ഒരു അഗ്നിമഴയിൽ, ഒരു ഇടിമിന്നലിൽ നിന്ന്, ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന്, ഒരു ഉരുൾപൊട്ടലിൻ്റെ ഓരത്ത് നിന്ന്, ഒരു നിന്ദനത്തിൽ നിന്ന്, ഒരു കേസിൽ നിന്ന്, ഒരു ഭാരത്തിൽ നിന്ന്, ഒരു തകർച്ചയിൽ നിന്ന്, ഒരു വഞ്ചനയിൽ നിന്ന് രക്ഷിച്ചത് ഒരു അപകട മരണത്തിൽ നിന്ന് വണ്ടി ഇടിച്ചിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുകയല്ലേ? അല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നലകളെ ഓർക്കണം. ദൈവത്തിൻ്റെ ഭുജം ചെയ്ത പ്രവൃത്തി ഓർക്കാത്തതാണ് നമ്മുടെ മറ്റൊരു പാപം. ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് വാഴ്ത്തുന്നതാണ് മരിയൻ ആരാധന. ഇന്നലകളെ ഓർത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഇന്നലകളെ ഓർത്ത് ആരാധിക്കാൻ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ ആരാധിക്കാൻ ആദ്യം നിൽക്കുന്ന ആളുടെ പേര് മറിയം. ഇന്നലകളെ ഓർത്ത് ആരാധിച്ചവളാണ് മറിയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലെ പരമാരാധനയുടെ സമയത്ത് സഭ പറയുന്നത്, ദൈവാംബികയെയും മറിയോസെപ്പിനെയും സാദരമോർക്ക്. പ്രിയപ്പെട്ട സഹോദര വൈദിക, നിങ്ങളും ഒരു 300 പേരും 4 ശുശ്രൂഷകരും ചേർന്ന് അർപ്പിക്കുന്ന, ഗാന ശുശ്രൂഷകരും ചേർന്ന് അർപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ അല്ല. നിൻ്റെ ആത്മാവ് കർത്താവിനെ ആരാധിക്കുമ്പോൾ, ചിത്തം അതിനോട് ചേർത്ത് വെച്ച് ആരാധിച്ചാൽ,
ശരീരം കൊണ്ട് ആരാധിച്ചാൽ ഇന്നലകളെ അറിയാതെ ഓർക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അഥവാ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പം നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇന്നലകളിൽ ദൈവം എങ്ങനെയൊക്കെ മുറിഞ്ഞു നിന്നെ സഹായിച്ചു, കനിഞ്ഞു നിന്നെ സഹായിച്ചു, കുനിഞ്ഞു നിന്നെ സഹായിച്ചു. മരിച്ചു പോകുമെന്ന് 4.5 വർഷം മുമ്പ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതല്ലേ? നിങ്ങൾ ഐസിയുവിൽ കിടന്നതല്ലേ? 17 ദിവസം വെന്റിലേറ്ററിൽ നിന്ന് പക്കിയെപ്പോലെ തുമ്പിയെപ്പോലെ എടുത്തു വെച്ചതാരാണ്? ദൈവത്തിൻ്റെ ഭുജം. ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തി ഓർത്താൽ ഇന്ന് ഈ സങ്കടങ്ങളുടെ പെരുമഴക്കാലത്തും നീ മറിയാമിനോടൊപ്പം ദൈവത്തെ ആരാധിക്കുവിൻ. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർക്കണം. അതാണ് കുർബാന പോലും. കണ്ണുകൾ അടയ്ക്കാം പ്രിയപ്പെട്ടവരെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ഇന്നലകളെ ഓർത്ത് ആരാധിക്കാം. ആരാധിക്കാം പ്രിയപ്പെട്ടവരെ, ഇന്നലകളെ ഓർത്ത് ആരാധിക്കാൻ ഒരു പുത്തൻ ആനന്ദം നമ്മുടെ തലയിൽ ഉണ്ടാകട്ടെ. പണ്ടൊരിക്കൽ ഞാൻ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടു. അന്ന് ദൈവമാണ് എന്നെ തുണച്ചത്. അപ്പോൾ പിന്നെ ഇന്നുള്ള നിന്ദനത്തെയും ദൈവം നടത്തും, ദൈവം നയിക്കും. ഭയപ്പെടണ്ട. ചരിത്രത്തിൻ്റെ താളുകളിൽ സഹോദര സത്യസന്ധമായി ചോദിക്കട്ടെ, എൻ്റെ 6-ാം വയസ്സിൽ നിന്നെ ആരാ ആ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷിച്ചത്? നീയാണോ? മരുന്നാണോ? വിവാഹത്തിന് 3 ദിവസം മുമ്പ് ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടില്ലേ? ദൈവമാണ് രക്ഷിച്ചത്. ഇനി വിവാഹത്തിന് ശേഷം ഇപ്പോഴുള്ള ക്രൈസിസ്, ഡോണ്ട് വറി. ഇന്നലകളിൽ ഇടപെട്ട ദൈവം ഇന്നും ഇടപെടും. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് ഇന്നലകളിൽ ഇടപെട്ട ദൈവത്തിൻ്റെ ഭുജം ഇന്നത്തെ പ്രശ്നത്തിൽ ഇടപെടും. കുലുങ്ങണ്ട എന്ന് പറയുന്ന ഓർമ്മയുടെ അനുഭവമാണ് മരിയ ഭക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജോയൽ 3:10 ഞാനൊരു യോദ്ധാവാണ് എന്ന് ഏറ്റവും ദുർബലൻ പറയട്ടെ. മറിയാൻ നമുക്ക് നൽകുന്ന ആത്മബലം അതാണ്. ഞാനൊരു യോദ്ധാവാണെന്ന് ഏത് ദുർബലനും തലച്ചുമടെടുത്തെടുത്ത് വീഴാൻ പോകുന്ന ഒരു ചുമട്ടുകാരനെ പോലെ ബലഹീനതകളും ദുർബലതകളും ചുമക്കുന്ന മനുഷ്യനാണോ നീ? രോഗത്തിന് മേലെ രോഗം, തകർച്ചയ്ക്ക് മേലെ തകർച്ച ചുമക്കുന്ന മനുഷ്യനാണോ നീ? ഭയപ്പെടണ്ട. ഇന്നലകളിൽ ഇടപെട്ട ദൈവം ആ കൈ കൊണ്ട് നിനക്ക് വേണ്ടി ഇടപെടുമെന്ന് നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ കന്യ മറിയം കൂടെയുണ്ട്. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ഇന്നലകളെ ഓർത്ത് ആരാധിക്കാം. കടുത്ത സങ്കടങ്ങളുടെ മുമ്പിലാണെങ്കിലും അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. മാറില്ല ഈ രോഗമെന്ന് വൈദ്യൻ ചൊല്ലുകിലും ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ആത്മാവേ, എനിക്ക് ആശിക്കാൻ വക ഒന്നുമില്ല. പക്ഷെ അമ്മ മറിയം പറയുക, ആശിക്കാൻ വകയില്ലാതിരുന്നപ്പോൾ ഞാൻ ചെയ്തതെന്താ? ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ച് ഉഴലുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. സങ്കീർത്തനം 42:11. കരയാനും തകരാനും ഉരുകാനും കാരണമുള്ള സഹോദര, ഒരുപാട് വേദനിച്ച് ആരും ആശ്വാസം നൽകാനില്ലാത്ത നീ ഈ ആരാധനയിലേക്ക് ഓടി വന്നാട്ടെ. നമ്മൾ ഈശോയെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അനന്ത സാന്നിധ്യമിത ഈ വേദിയിലേക്ക് വരാൻ പോകുന്നു. കരങ്ങൾ കൂപ്പി ഈ ആരാധന ഗാനത്തോടൊപ്പം ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹ കർത്താവേ. പരിശുദ്ധമുള്ളവരെ, മൂന്നാമത്തെ ദിവസത്തിൻ്റെ ധ്യാനത്തിലാണ് നമ്മൾ. നമ്മുടെ മുറിവ് ഏതും അറിയുന്ന അമ്മ അവൾ ആരാധിക്കാൻ മുന്നിട്ട് നിന്നു. ആരാധിക്കുക അവൾക്ക് ജീവശ്വാസമായി. എൻ്റെ ആത്മാവ് മുറിവിൻ്റെ മുമ്പിൽ, മുറിവിൻ്റെ മുനമ്പിൽ, മുറിവിൻ്റെ നടുക്കടലിൽ ആരാധിച്ചു. ആത്മാവ് ദൈവത്തെ സ്തുതിച്ചു. കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. മുറിവ് ഏതും അറിയുന്ന അമ്മയോടൊപ്പം മുറിവുകൾക്കപ്പുറം നടത്തുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. മുറിവേതുമറിയുന്നൊരമ്മ, എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ, സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ, എനിക്ക് ഈശോയെ നൽകുന്നൊരമ്മ. ഈശോയെ നമുക്ക് നൽകാൻ വേണ്ടി മാത്രമാണ് മുറിവുകളുടെ നടുവിൽ മറിയവും ആരാധിച്ചത്. നമുക്ക് വീണ്ടും കരങ്ങൾ കൂപ്പി അമ്മയോടൊപ്പം ആരാധിക്കാം. മുറിവറിഞ്ഞ അമ്മ എൻ്റെ മുറിവുകളെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു, ഉറപ്പായും. മുറിവറിഞ്ഞ അമ്മ എൻ്റെ മുറിവുകളെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കും, അത് ഉറപ്പല്ലേ? സഹോദരങ്ങളെ, നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെ നോക്കി അമ്മ വഴി ഈശോയെ ആരാധിക്കാം. ഒരുമിച്ച് ആരാധിക്കാം. മുറിവേതുമറിയുന്നൊരമ്മ, എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ, മുറിവേതുമറിയുന്നൊരമ്മ, എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ, സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ, എനിക്ക് ഈശോയെ നൽകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ, എനിക്ക് ഈശോയെ നൽകുന്നൊരമ്മ. ആരാധിക്കാം, ആരാധിക്കാം അമ്മയൊത്ത് ആരാധിക്കാം. പഠിക്കേ. ആരാധിക്കാം, ആരാധിക്കാം അമ്മയൊത്ത് എല്ലാവരും പാടിക്കുകയും ആരാധിക്കാം, ആരാധിക്കാം അമ്മയൊത്ത് എല്ലാവരും പാടിക്കുകയും ആരാധിക്കാം, ആരാധിക്കാം അമ്മയൊത്ത് ആരാധിക്കാം, ആരാധിക്കാം അമ്മയൊത്ത് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം അമ്മയൊത്ത് എല്ലാവരും സ്വരം ഉയർത്തി ആരാധിക്കാം, ആരാധിക്കാം
ഉയർത്തി വീശി ആരാധിക്കാം, ആരാധിക്കാം, അമ്മയൊത്ത് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നോക്കാം, കർത്താവിനെ നോക്കാം. നമ്മുടെ ഏക പ്രത്യാശ, ഏക പ്രതീക്ഷ മറ്റൊരുവനിലും രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 16,000 കോടി രൂപ നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ എനിക്കാവില്ല. ഭൂഖണ്ഡങ്ങളെ തീരെഴുതി തന്നാൽ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ എനിക്കാവില്ല. എന്നാൽ യേശു കർത്താവിന് ഒറ്റ നിമിഷം മതി. ഈ കർത്താവിന് ഒറ്റ നിമിഷം മതി നിന്നെ തൊടാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് മറിയം വഴി ആരാധിക്കാം. അമ്മയോടൊപ്പം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം, നമ്മുടെ കർത്താവിനെ ഒരിക്കൽ അമ്മയോടൊപ്പം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്, ഒരു വല്ലാത്ത ഭാരത്തിലായിരുന്നപ്പോൾ, ഞാൻ വളരെ വേദനിക്കുന്ന ഒരു സമയത്ത്, എനിക്കൊരു മനുഷ്യനില്ലായിരുന്നപ്പോൾ കൂടെ ദൈവം എനിക്കൊരു വചനം തന്നു. അഥവാ ആ മറിയാമിനോട് ഞാൻ പറഞ്ഞു, അമ്മേ, നിന്റെ കർത്താവിൻ്റെ മടിത്തട്ടിൽ നിന്ന് എനിക്കൊരു വചനം തായോ, ഒരു വചനം തായോ. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ എല്ലാ വചനങ്ങളും പൊതുവെ അമ്മ കന്യാമറിയത്തോട് ചേർന്ന് ആരാധിച്ച, അമ്മേ, എനിക്ക് നീ അപ്പം ചുട്ടു തരുന്നത് പോലെ, അമ്മ അപ്പം ചുട്ടു തരുന്നത് പോലെ ഒരു വചനം തായോ എന്ന് പറഞ്ഞ് വിതുമ്പിയപ്പോൾ കിട്ടിയതാണ്. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം 17-ാം വാക്യം. ലബനോനെ ഒരു വയലാക്കാനും ഒരു വനമാക്കാനും തള്ളിക്കളയാനും ദൈവത്തിന് സമയം വല്ലതും വേണോ? ഈ കാലയളവുകളിൽ ഇതുപോലെ എന്നെ തൊട്ട ഒരു വചനം, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു എന്ന വചനം തന്നതുപോലെ ദൈവം കനിഞ്ഞടിയന് തന്ന വചനമാണ്. യെശയ്യാ 29:17. ലബനോനെ, ലബനോനെ, നിന്നെ ഒരു ഫലസമൃദ്ധമായ വയലാക്കി മാറ്റാനും നിന്നെ ഒരു പാഴ്വനമാക്കി മാറ്റാനും ദൈവത്തിന് വല്ല നേരം വേണോ? ഞൊടിയിട കൊണ്ട് മറിയത്തെ തൊട്ട ദൈവം, ഞൊടിയിടയിൽ മറിയത്തെ പുതുക്കിയ ദൈവം, അഭിഷേകം ഒഴുക്കിയ ദൈവം നിന്റെ മേലെയും പ്രവർത്തിക്കും. വചനത്തിൻ്റെ ശക്തി നിന്റെ മേലെ വരും. വലതുകരം കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കാം. ലബനോനെ ഒരു വയലാക്കാനും വനമാക്കിയിടാനും കർത്താവിനു നേരം വേണോ കുഞ്ഞേ? ലബനോനെ ഒരു വയലാക്കാനും അതിനെ ഒരു പാഴ്വനമാക്കി തീർക്കാനും ഇത്തിരി പോന്ന ഈ ചെറുമണിയപ്പത്തിന് സമയം വേണ്ട എന്ന തിരിച്ചറിവാണ് എൻ്റെ തൻ്റെ ഇടവും ശക്തിയും. ലബനോനെ ഒരു വയലാക്കാനും വനമാക്കിയിടാനും നേരം വേണോ കുഞ്ഞേ? സ്വയം ചോദിച്ചേ, ലബനോനെ ഒരു വയലാക്കാനും വനമാക്കിയിടാനും. ലബനോനെ വയലാക്കാനും വനമാക്കിയിടാനും കർത്താവിന് നേരം വേണോ കുഞ്ഞേ? കർത്താവിനു നേരം വേണോ കുഞ്ഞേ? നേരം വേണോ കുഞ്ഞേ? കാലം വേണോ കുഞ്ഞേ? വേണോ? നേരം വേണോ കുഞ്ഞേ? കാലം വേണോ? കാലം വേണോ കുഞ്ഞേ? നിന്നെ തൊടുവാൻ ദൈവത്തിന് എത്ര സമയം വേണം? നിന്നെ തൊടുവാൻ കർത്താവിന് സമയം വേണോ കുഞ്ഞേ? നേരം വേണോ? മറിയത്തെ തൊട്ട സമയം മതി നിന്നെ തൊടാൻ. അതുകൊണ്ട് നാം എല്ലാം മറന്ന് പറന്ന് കുതിച്ച് ആരാധിക്കുന്നത്. മറിയത്തെ തൊട്ട സമയം മതി നിന്നെ തൊടാൻ. പ്രിയപ്പെട്ടവരെ, കരങ്ങളടിച്ച് ഈ പാട്ട് പാടാൻ. 2 വരി. ലബനോനെ വയലാക്കാനും വനമാക്കാനും നേരം വേണ്ടാത്ത ദൈവമേ, ഈ ചെറുതരിമണി ഓസ്തിയായി പറന്ന് എൻ്റെ ചങ്കിലേക്ക് വീണലിഞ്ഞ് എൻ്റെ ഭാരങ്ങളെ എടുത്തുകൊണ്ട് പോകണമേ, കവർന്നെടുത്തുകൊണ്ട് പോകണമേ. ശക്തമായി കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ലബനോനെ വയലാക്കാൻ സമയം വേണ്ടാത്ത ദൈവം എഴുന്നള്ളി വരട്ടെ. ലബനോനെ വയലാക്കാനും വനമാക്കിയിടാനും കർത്താവിനു നേരം വേണോ കുഞ്ഞേ? 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 നേരം വേണോ കുഞ്ഞേ? കാലം വേണോ കുഞ്ഞേ? നിന്നെ തൊടുവാൻ കർത്താവിന് സമയം വേണോ കുഞ്ഞേ? നേരം വേണോ കുഞ്ഞേ? കാലം വേണോ കുഞ്ഞേ? നിന്നെ തൊടുവാൻ കർത്താവിനു സമയം വേണോ കുഞ്ഞേ? ലബനോനെ, ലബനോനെ, നീ കരയണ്ട, കരയണ്ട,
ലബനോനെ ലബനോനെ നീ ഉരുകേണ്ട, ലബനോനെ ലബനോനെ നീ കരയേണ്ട, ലബനോനെ ലബനോനെ നീ ഉരുകേണ്ട. പഠിക്ക് പഠിക്ക്. ലബനോനെ ലബനോനെ നീ കരയേണ്ട, ലബനോനെ ലബനോനെ നീ ഉരുകേണ്ട, ലബനോനെ ലബനോനെ നീ കരയേണ്ട, ലബനോനെ ലബനോനെ നീ ഉരുകേണ്ട. പഠിക്ക്. ലബനോനെ ലബനോനെ നീ കരയേണ്ട, ലബനോനെ ലബനോനെ നീ ഉരുകേണ്ട, ലബനോനെ ലബനോ. കരങ്ങളടിച്ച് പഠിക്കേ. കരയണ്ട 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 ലബനോനെ കരയണ്ട 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 കരയണ്ട. കരയാൻ കാരണങ്ങളുള്ളവരെ ആരാധിക്കുവിൻ 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 ആരാധിക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ കരച്ചിലുകളും വിതുമ്പലുകളും നെടുവീർപ്പുകളും ഭാരങ്ങളും പടച്ചിലുകളും പരാതികളും ദൈവമേ നിന്റെ മുമ്പിൽ ഇതാ ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി ആരാധന. കർത്താവിനെ സ്തുതിക്കാം. മഹത്വത്തിന്റെ സമയമാണിത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുകയാണ് ഏറ്റവും വലിയ പ്രവൃത്തി. മനുഷ്യന് പെർഫോം ചെയ്യാവുന്ന ഏറ്റവും ഉന്നതമായ പ്രവൃത്തി ആരാധനയാണ്. അൾട്ടിമേറ്റ് ആക്ഷൻ. ഒരു മനുഷ്യൻ്റെ പരമമായ പ്രവൃത്തി ദൈവാരാധനയാണ്. അതുകൊണ്ടാണ് ഫറവയോട് ദൈവം കൽപ്പിച്ചത്, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരിക. അവരുടെ ജീവിതത്തിൻ്റെ സ്കോപ്പ് അവരാരാധിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ജീവിക്കാൻ വേണ്ടി നേർച്ച നേരുന്നവരല്ല, ജീവിക്കാൻ വേണ്ടി കാഴ്ചവെച്ചവരല്ല, ജീവിക്കാൻ വേണ്ടി ആരാധന 100 രൂപ കൊടുത്ത് നടത്തിയവരല്ല. അല്ല, they exist in order to worship. എൻ്റെ ജനം നിലനിൽക്കുന്നത് ആരാധിക്കാനാണ്, നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ. കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ? ആരാധിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് മറിയത്തെ തൊട്ട ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവം എന്നെ തൊടും. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലകളെ ഓർത്ത് ആരാധിക്കാനാണ് നാം ഇന്ന് കേട്ടത്. ഇന്നലകളെ ഓർത്ത് ആരാധിക്കാനാണ് പാട്. നാളെ പ്രതീക്ഷ വെച്ച് ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ മനുഷ്യൻ മറന്നുപോകും. ഇന്നലകളിൽ കഴിഞ്ഞ വർഷം 2014, 2013, 1989 എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭുജം ചെയ്ത പ്രവൃത്തി ഓർത്തിട്ട് ആരാധിക്കണം. നമ്മുടെ ഇന്നത്തെ ധ്യാനം മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു. ഇന്നലകളെ ഓർത്ത് ആരാധിക്കണം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകളെ ഓർത്ത് ആരാധിക്കാം. ഇന്നലകളെ ഓർത്ത് കൈയടിച്ച് ചാടിത്തുള്ളി ആരാധിക്കണം. ഇന്നലകളെ ഓർത്ത് ആരാധിക്കണം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകളെ ഓർത്ത് ആരാധിക്കാം. പണ്ടൊരിക്കൽ തകർച്ചയിൽ നിന്ന്, ഭാരത്തിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, മുറിവിൽ നിന്ന്, കൊലപാതക ശ്രമത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഇന്നും എന്നെ രക്ഷിക്കും. പാടാം. ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകളെ ഓർത്ത് ആരാധിക്കാം. കരമടിച്ച് ആരാധിക്കാം, കരം കൊട്ടി ആരാധിക്കാം. നമ്മുടെ ദൈവത്തെ നോക്കി ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം ചൊല്ലി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിച്ചാട്ടെ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. പഠിക്കേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് പാടിക്കേ പാടിക്കേ പാടിക്കേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. എല്ലാവരും പാടിക്കേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ ആമേൻ. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. കരമുയർത്തി അടിക്കാം. പണ്ടൊരിക്കൽ ഇടിമിന്നലേറ്റ് ഞാൻ വീണുപോയി, മനം താഴ്ന്നുപോയി. പണ്ടൊരിക്കൽ ഇടിമിന്നലേറ്റ് മനം വീണുപോയി, ഉള്ളം താണുപോയി. എന്നിട്ടും ഞാൻ ഇന്ന് ജീവിക്കുന്നു.
പൊൻകരത്തെ ഇന്ന് ആരാധിക്കാം. എന്നിട്ടും ഞാൻ ഇന്ന് ജീവിക്കുന്നു, നിന്റെ പൊൻകരത്തെ ഞാൻ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. എല്ലാവരും ചേരട്ടെ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ എല്ലാവരും ചേർന്ന് കരമടിച്ച് ഇന്നലകളെ ഓർത്തേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് കരമുയർത്തി അടിച്ചേ, കരമുയർത്തി അടിച്ചേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. താളത്തിൽ കരമടിച്ചുകൊണ്ടിരിക്കാം. ഇതുപോലുള്ള അനുഭവങ്ങളില്ലേ? പണ്ടൊരിക്കൽ പെരുവെള്ളം എന്നെ അങ്ങ് കൊണ്ടുപോയി, ഞാൻ മുങ്ങിപ്പോയി. പണ്ടൊരിക്കൽ പെരുവെള്ളം എന്നെ അങ്ങ് കൊണ്ടുപോയി, ഞാൻ മുങ്ങിപ്പോയി. എന്നിട്ടും ഞാൻ ഇന്ന് ജീവിക്കുന്നു, നിന്റെ പൊൻകരത്തെ ഞാൻ ആരാധിക്കാം. എന്നിട്ടും ഞാൻ ഇന്ന് ജീവിക്കുന്നു, നിന്റെ പൊൻകരത്തെ ഇന്ന് ആരാധിക്കാം. കരമടിച്ച് പാടിക്കേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ, ആമേൻ. ഇന്നലകൾ ഓർത്ത് ഇന്നലകൾ ഓർത്ത് ആരാധിച്ചേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. പണ്ടൊരിക്കൽ പിള്ളവാദം വന്ന് കൈയും കാലും തോച്ചിപ്പോയി. എനിക്ക് ഞാൻ ജീവിക്കുമെന്ന് പോലും പറഞ്ഞില്ല, പക്ഷെ ഇന്നിട്ടും ഞാൻ ജീവിക്കുകയാണ്. ഇന്നലകളെ ഓർത്ത് ആരാധിക്കും മനുഷ്യ, ഇന്നലകളെ ഓർത്ത് ആരാധിക്കും പുരോഹിത. എന്നോടും നിന്നോടും കർത്താവ് പറയാ, പണ്ടൊരിക്കൽ എൻ്റെ കുഞ്ഞുനാളിൽ പിള്ളവാദം വന്നു, കരം കൊച്ചിപ്പോയി. എന്നിട്ടും ഞാൻ ഇന്ന് ജീവിക്കുന്നു, നിന്റെ വൻകരത്തെ ഞാൻ ആരാധിക്കും. എന്നിട്ടും ഞാൻ ഇന്ന് ജീവിക്കുന്നു, നിന്റെ വൻകരത്തെ ഞാൻ ആരാധിക്കും. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ ഓർത്ത് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഇന്നലകൾ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, യേശുനാമത്തിൽ പരിശുദ്ധ റൂഹയിൽ ഞാൻ നിന്നെ ആരാധിക്കുന്ന ത്രിയേക ദൈവ സാന്നിധ്യമേ, എന്റെ മേലെ താഴ്ന്നിറങ്ങണമേ, ചെരിഞ്ഞിറങ്ങണമേ. ചെളിയിലും ചാണകക്കുഴിയിലും കിടക്കുന്ന എന്നെ എടുത്ത് നീ ഉദ്ധരിക്കണമേ. ഹല്ലേലൂയ. ഞാൻ ചെളിയിലാണ് പിതാവേ, ഞാൻ ചാണകക്കുഴിയിലാണ് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്കൊമ്പ് പിടിക്കാം. എന്നെ തൊടുവാൻ ദൈവത്തിന് എത്ര സമയം, മറിയത്തെ തൊട്ട സമയം. എന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് എത്ര സമയം, മറിയത്തിൽ പ്രവർത്തിച്ച സമയം. എന്നെ തൊടുവാൻ ദൈവത്തിന് എത്ര കാലം, മറിയത്തെ കുരിശോട് ചേർത്തടത്തോളം കാലം. കരം കൂപ്പി ശിരസ് കുനിച്ച് പിടിക്കാം. എന്നെ തൊടുവാൻ എൻ്റെ ദൈവത്തിന് എത്ര കാലം വേണം, എത്ര കാലം വേണം. എന്നെ തൊടുവാൻ എൻ്റെ ദൈവത്തിന് എത്ര കാലം വേണം, എത്ര കാലം വേണം. അമ്മ മറിയാമിൽ കൃപ വിരിഞ്ഞ കാലം മതിയേ, ആ കാലം മതിയേ. അമ്മ മറിയാമിൽ കൃപ വിരിഞ്ഞ ആ കാലം മതിയേ, ആ കാലം മതിയേ. എന്നെ തൊടുവാൻ എൻ്റെ ദൈവത്തിന് എത്ര കാലം വേണം, ഇനി എത്ര കാലം വേണം, എത്ര കാലം വേണം, ഇനി എത്ര കാലം വേണം. സമയമൊട്ടും വേണ്ട. നീ ആരാധിക്കുക, നീ ആരാധിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞെ, ആരാധിക്കുക. നടപ്പിലും പോക്കിലും കുളിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും
ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഒരു പക്ഷേ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും എൻ്റെ ആത്മാവെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുക. മറിയാമിൻ്റെ ഈ പാട്ട് ചങ്കിലെ പാട്ടായിട്ട് വരട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി മറിയാമിൻ്റെ ഈ ആട്ടവും പാട്ടും താളവും എല്ലാം ഹൃദയത്തിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചതുപോലെ ഇവിടെ കിടന്ന് തിളക്കട്ടെ. ദൈവത്തെ നമുക്ക് ആരാധിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. സമാപന ആശീർവാദത്തിന് മുമ്പ് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ സാഷ്ടാംഗം ഒന്ന് കുമ്പിടാം. പരമ നന്മയെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. അത്ര അടുത്ത് നിൽക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിച്ച് മഹത്വപ്പെടുത്താം. തിരുവചനം മനസ്സിലൊന്ന് കൊണ്ടുവരാം. മറിയാം ദൈവസന്നിധിയിൽ ആരാധിച്ചു. അവൾ പറഞ്ഞു, ഇപ്പോൾ മുതൽ തലമുറ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എനിക്കൊന്നും ദുഃഖിക്കാനില്ല, എൻ്റെ ഭാവി സുന്ദരമാണ്. എനിക്ക് കരയാനില്ല, എൻ്റെ ദൈവം എന്നെ മാത്രമല്ല തലമുറയെപ്പോലും തൊടും. അതുകൊണ്ട് ആരാധിക്കാമെന്ന് കേൾക്കുമ്പം സന്തോഷം വരട്ടെ. ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. മീവൽ പക്ഷി പോലെ തൊട്ടടുത്തു വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. ദാവീദിന് വലിയ കൊതിയായിരുന്നു. മറിയാം ഇതാ ജീവിച്ചത്. എൻ്റെ ദൈവം, ജീവിതം മുഴുവനും ദൈവത്തിന്. ഓ, ദാവീദ് അന്ന് കേട്ടതുപോലെ ആലയത്തിലേക്ക് പോകാമെന്ന് കേട്ടപ്പോ സന്തോഷം, 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 സന്തോഷം. ആലയത്തിലേക്ക് പഠിക്കേ, ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടാർ, ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടാർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. പഠിക്കേ, ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. പഠിക്കേ, ചൊന്നപ്പോഴൻ ഉള്ളിലാനന്ദം. മീവൽ പക്ഷി പോലെ തൊട്ടടുത്ത് വസിക്കാൻ ഉള്ളിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. മീവൽ പക്ഷി പോലെ തൊട്ടടുത്ത് വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനയെല്ലാം ഒരു ഉത്സവമാണ്. ഇതൊരു മേളക്കുഴപ്പോ ചെണ്ടകൊട്ടലോ അല്ല. ആത്മാവ് സ്വർഗത്തിലേക്ക് ചാടി കുതിക്കുകയാണ്. അതുകൊണ്ടാണ് കരമടിച്ചും എല്ലാം നാം ആരാധിക്കുന്നത്. ശക്തമായി കരമടിച്ച് നമുക്ക് ആരാധിക്കാം. ആലയത്തിലേക്ക് പോകാമെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പം ഞാൻ മുഖം ചുളിച്ചില്ല. എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം വന്നു. കാരണം എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു, മീവൽ പക്ഷി പോലെ നിൻ്റെ അടുത്ത് വസിക്കാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. കരമടിച്ച് നമുക്ക് പാടാം. ആലയത്തിലേക്ക് പോകാമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. എനിക്കിഷ്ടമാണ് അത്. ആരാധന എൻ്റെ സ്വഭാവമാണ്. കരമടിച്ചേ പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് അടിച്ചേ. ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. പാടാവോ? ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. പഠിക്കേ. ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. മീവൽ പക്ഷി പോലെ തൊട്ടടുത്തു വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. മീവൽ പക്ഷി പോലെ തൊട്ടടുത്തു വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന. കരമൊന്നടിച്ച് പാടിക്കുക. മീവൽ പക്ഷി പോലെ തൊട്ടടുത്തു പഠിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. എല്ലാവരും പാടിക്കുക. മീവൽ പക്ഷി പോലെ തൊട്ടടുത്തു വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന. ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം. സന്തോഷമായി എനിക്ക്. ആലയത്തിലേക്ക് പോകാമെന്ന് കൂട്ടർ ചൊന്നപ്പോഴെന്നുള്ളിൽ ആനന്ദം.
വീവൽ പക്ഷി പോലെ, വീവൽ പക്ഷി പോലെ തൊട്ടടുത്ത് വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. എല്ലാവരും പാടിക്ക് പറയപ്പെടുവരെ. വീവൽ പക്ഷി പോലെ തൊട്ടടുത്ത് വസിക്കാൻ ചങ്കിനുള്ളിൽ കത്തുന്ന ആഗ്രഹം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഈ ദിവസത്തിന്റെ ആരാധന കർത്താവിന് കൊടുക്കാം. കർത്താവേ, കരമുയർത്താൻ പറ്റാത്തവരാണ് ഞാൻ. എൻ്റെ ശിരസിലെ ചൊറിയും ചിരങ്ങുമുണ്ട്, എനിക്ക് ഭാരമുണ്ട്, ഞാൻ ക്യാൻസറസ് ഉള്ള വ്യക്തിയാണ്, എനിക്ക് രഹസ്യ രോഗമുണ്ട്, എനിക്ക് ട്യൂമറുണ്ട്, ആമാശയത്തിൽ വ്രണങ്ങളുണ്ട്, എൻ്റെ കുടൽ മുഴുവൻ പുഴുത്ത് നീറിയിരിക്കുന്നു. കർത്താവേ, എൻ്റെ കാലിലെ ഞരമ്പ് പിഴച്ചിരിക്കുന്നു, എനിക്ക് വലിയ വാതരോഗമാണ്. യേശുവിൻ്റെ നാമം, പിതാവിൻ്റെ നാമത്തിന്റെ കരുണ നിറഞ്ഞ യേശുവിൻ്റെ നാമം പരിശുദ്ധാത്മാവിൽ നിങ്ങളെ മുദ്രപ്പെടുത്തട്ടെ. വലതുകരം ഉയർത്തിപ്പിടിക്കുക. ക്രിസ്തു പറന്ന് നിന്നെ ഉമ്മ വയ്ക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് സൗഖ്യമരുളട്ടെ, സൗഖ്യമരുളട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടത് കൈയിൽ മരപ്പുള്ളവര്, വലത് കൈയിൽ ഭാരമുള്ളവര്, തോളത്ത് ഭാരമിരിക്കുന്നവര്, ചങ്കത്ത് കല്ലിരിക്കുന്നവരുടെ മേലെ ദൈവശക്തി വരട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമം നിന്റെ ദാസരെ സൗഖ്യപ്പെടുത്തട്ടെ. താരൻ അസുഖങ്ങളെ, തലയിൽ മറ്റസുഖങ്ങളുള്ളവര്, ഇടയ്ക്കിടയ്ക്ക് മുഴകളുള്ളവര്, ശരീരത്തിലെ വല്ലാത്ത ഭാരം ചൂടും അനുഭവിക്കുന്നവര്, ദൈവശക്തി നിങ്ങളുടെ മേലെ എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. നമുക്ക് സന്തോഷത്തോടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.